നഴ്സസിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ് കൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താകുന്നുള്ളൊരു സ്റ്റഡി വരേണ്ടതുണ്ട് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുകയാണല്ലോ 7 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ നിർബന്ധപൂർവ്വം വരുന്നു എന്നറിഞ്ഞപ്പം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ പുള്ളി കാറും എടുത്ത് പുള്ളിയുടെ കുടുംബത്തേക്ക് പോയി. പിന്നെ ക്വാറന്റൈൻ 7 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചെത്തിയുള്ളൂ. ഹിമോഫീലിയ, ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് വരും. അവരുടെ മരണം കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു റാബീസ് വാർഡുണ്ട്. ആ വാർഡിൽ ശരിക്കും പേവിഷബാധ ഡിറ്റക്റ്റ് ചെയ്ത പേഷ്യൻസിനെ കിടത്തുന്ന മുറിയാണ്. ആ മുറി ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അത് 32 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുഞ്ഞിൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ആളായിരുന്നു ഞാൻ. ആ ആളിനെയും ഞാൻ മറന്നുപോയി, കുഞ്ഞിനെയും മറന്നുപോയി. പക്ഷേ ആ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പലരും ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് വരാനില്ല, അസുഖം പിടിച്ച കുഞ്ഞുങ്ങൾ. റോബിൻ എൻ്റെ മോനായതും പോലെ എനിക്കങ്ങ് തോന്നി. ഞാൻ മരിച്ചുപോയ എൻ്റെ മോൻ്റെ അവസ്ഥ അതുപോലെയല്ലേ റോബിന് വിഷമമുണ്ടാകും. ആ ചിന്ത എൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് ആ ബേക്കറി ജംഗ്ഷനിൽ വരുന്നത് എനിക്കൊരു ആക്സിഡൻ്റ് ആവുകയാണ്. എൻ്റെ മാനസികാവസ്ഥ തെറ്റിപ്പോയി. എൻ്റെ വണ്ടി കാറുമായിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ നേഴ്സല്ലേ, അത് കുടുംബത്തിലായാലും ഹോസ്പിറ്റലായാലും സൊസൈറ്റിയിലായാലും നേഴ്സല്ലേ, അവൾക്കെല്ലാം അറിയാം. അവൾക്ക് അസുഖം വന്നാൽ അവൾ ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫാണ്. ഇപ്പൊ എന്ത് പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ഇപ്പോഴും പല രോഗികൾക്ക് സമാശ്വാസത്തിന്റെ വാക്കുകളിലൂടെയും ഇപ്പോൾ വീൽ ചെയർ കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശാഭവനിൽ വന്നതിന് ശേഷമാണ് എൻ്റെ പ്രൊഫഷനിൽ ഒരു വ്യത്യാസം വന്നത്. ആശാഭവനിൽ ആശാഭവനിലെ അന്തേവാസികൾക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും, മെഡിക്കൽ ക്യാമ്പ്, അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ പലതരത്തിൽ വർദ്ധിപ്പിക്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഉണ്ടായി. ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും കോടതിയിലായാലും ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലാം പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടങ്ങളിലെല്ലാമുള്ള സാമൂഹ്യക്ഷേമ വകുപ്പിലെ പല കാറ്റഗറിയിലെ ബന്ധങ്ങൾ എനിക്ക് വന്നു. പിന്നെ NGOസുമായിട്ട് പലതരം ബന്ധങ്ങൾ വന്നു. ആ ബന്ധങ്ങൾ പിന്നീട് ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ഡെസ്റ്റിറ്റ്യൂട്ട് വാർഡായ 9ാം വാർഡിലെ ചാർജ് സിസ്റ്ററായിട്ടാണ് പോയത്. അവിടെയും ഈ ബന്ധങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അവിടുത്തെയും ഒരു 200-ൽ പരം അന്തേവാസികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിനൊക്കെ ഈ ബന്ധങ്ങളാണ് എനിക്ക് സഹായിച്ചത്. ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും ഞാൻ സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു NGO ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മെഡിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പല സ്കൂളുകളുടെയും കുട്ടികളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നോട് ചോദിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ആറ്റിങ്ങിലുള്ള ഇൻ്റർനാഷണൽ സ്കൂളിൽ വർഷങ്ങളായിട്ട് അവിടുത്തെ കുട്ടികളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വർഷം തോറും അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ വർഷം ഓരോ വർഷവും ഓരോ പ്രോജക്റ്റാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പൂജപ്പുര ചിൽഡ്രൻസ് ഹോമിൽ 55ഓളം കുട്ടികൾ, ബോയ്സാണുള്ളത്. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ആ ചിൽഡ്രൻസ് ഹോമിലേക്ക് ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, മ്യൂസിക് സിസ്റ്റം, പിന്നെ അതൊക്കെ വെച്ച് കൊടുത്തു. ഇൻ്റർനാഷണൽ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊടുത്തു. കുട്ടികൾ കേക്ക് പ്രിപ്പയർ ചെയ്ത് വിറ്റ് അതിൻ്റെ ലാഭമെടുത്തും നാടകം കളിച്ച് ഫീസ് വെച്ച് നാടകം ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് എടുത്തിട്ടാണ് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പിന്നെ സേവാശക്തി ഫൗണ്ടേഷൻ വഴിയും എല്ലാ വർഷവും 100-ൽ കൂടുതൽ ക്യാൻസർ പേഷ്യൻസിന് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ പേഷ്യൻസിന് അവിടുത്തെ ക്യാൻസർ വാർഡിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുരേഷ് സാറ് സെലക്ട് ചെയ്യുന്ന സാധുക്കളായ പേഷ്യൻസിന് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. അവിടെ TV വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് മൊത്തം, ആ വാർഡ് 10-11 വാർഡ് മൊത്തം
ഫംഗസ് പിടിച്ച് കിടക്കുകയായിരുന്നു. ആ ഫംഗസൊക്കെ ഇളക്കി മൊത്തം പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റൽ, ഉളമ്പറ മെൻ്റൽ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതായത് അവിടെയുള്ള രോഗികളെല്ലാം ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത രോഗികളാണ്. 600-ൽ പരം രോഗികളുണ്ട്. അവരുടെ ഫുഡ് ഗവൺമെൻറ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാരണവും അത് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണവും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഈ 700 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ദോശയും ഒക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം അവിടെ ഇല്ലാത്ത കാരണം അവർ കഞ്ഞിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ബ്രെഡും ചായയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടത്തേക്ക് ഈ സേവാശക്തി ഫൗണ്ടേഷൻ, ശരിക്കും അവർക്കല്ലേ ഫുഡിൻ്റെ ആവശ്യം? അവർക്ക് മനസ്സിലാണല്ലോ, ശരീരത്തെ, അവരുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനൊന്നും കുഴപ്പമില്ലല്ലോ, അവർക്ക് ആഹാരത്തിനോട് ആർത്തി കൂടുതലാണ്. അപ്പം മാസത്തിൽ ഒരു 8 ദിവസത്തോളം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും സേവാശക്തി ഫൗണ്ടേഷൻ എല്ലാ തിങ്കളാഴ്ചയും ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, സെൻട്രൽ ജയിലിൽ നിന്ന് ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. കറി മെൻ്റൽ ഹോസ്പിറ്റലുകാർ തന്നെ വെക്കും. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തിക്ക് 3 രൂപ വെച്ച് 3000 ചപ്പാത്തിയാണ് ഒരു നേരത്തേക്ക് വേണ്ടത്. അപ്പം 9000 റുപ്പീസാണ് ഒരു നേരത്തേക്ക് വേണ്ടത്. അത് കൂടാതെ വേറെ സന്നദ്ധ സംഘടന, നമ്മുടെ ശാരദാ മഠം, ശ്രീരാമകൃഷ്ണ മിഷൻ ശാരദാ മഠത്തിലെ മാതാജിമാർ ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. അല്ലാതെ എൻ്റെ ഒരു വെൽവിഷറായിട്ടുള്ളൊരു മായ മാഡം കൊടുക്കുന്നു. പിന്നെ ഒരു കൈത്താങ് എന്ന് പറഞ്ഞ് UAE-യിലെ ഒരു ഗ്രൂപ്പുണ്ട്, അവർ ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പലരിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ 9-ാം വാർഡിലെ ബ്രേക്ക്ഫാസ്റ്റും ശശികല മാഡം എന്ന് പറയുന്നൊരു മാഡം സ്പെഷ്യൽ സബ് ജയിലിലെ ഇഡ്ഡലി സാമ്പാറുമാണ് കൊടുക്കുന്നത്. അതിൻ്റെയും ഇടനിലക്കാരി ഞാനാണ്. ഈ കോവിഡിൻ്റെ സമയം വരെയും 9-ാം വാർഡിൽ സായി സമിതിക്കാർ ബ്രേക്ക്ഫാസ്റ്റ് വീടുകളിൽ നിന്ന് പാക്കറ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഉച്ചഭക്ഷണം ആ പേട്ടയിലുള്ള ഒരു രാധാകൃഷ്ണപിള്ള സാറാണ് 25 വർഷമായിട്ട് 9-ാം വാർഡിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സായി സമിതിക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് ഈ കോവിഡിൻ്റെ സമയത്ത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാണ്ടായി. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാണ്ടായൊരു അവസ്ഥ വന്നു. ആ സമയത്താണ് ശശികല കൃഷ്ണൻ നമ്പീശൻ എന്നു പേരുള്ള മാഡത്തിൻ്റെ കെയർ ഓഫിൽ സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് ഇഡ്ഡലി സാമ്പാറും എത്തിക്കാൻ, അപ്പോൾ ജയിലുകാർ തന്നെ 9-ാം വാർഡിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. അതിനൊക്കെ ഇടയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കണ്ണികളെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് നിൽക്കുക. അപ്പോൾ മാഡം, ഇപ്പോൾ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരേ സമയം ജനനവും മരണവും നടക്കുന്ന വല്ലാത്തൊരു സ്ഥലമാണ് ആശുപത്രി എന്ന് പറയുമ്പോൾ. കാരണം ഈ രണ്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നിസ്സഹാരായി പോകുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായും. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ചിലപ്പോൾ ഒരു മരണം, നമുക്കറിയാം ഈ പേഷ്യൻ്റ് ചിലപ്പോൾ മരണത്തിലോട്ടാണ് പോകുന്നതെന്നറിയാം. എന്നാലും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഡേ ബൈ ഡേ മുമ്പോട്ട് പോകേണ്ടിയും വരും. അങ്ങനെ മനസ്സിനെ ഇങ്ങനെ മരവിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എൻ്റെ സർവീസ് തുടങ്ങുന്നത് മെഡിക്കൽ കോളേജിലെ വാർഡ് നമ്പർ 2-ലാണ്. വാർഡ് നമ്പർ 2-ൽ മെയിൽ മെഡിക്കൽ വാർഡാണ്. അവിടെ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 1990 to 2000 ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ആ കാലത്തിൽ ഹിമോഫീലിയ, ബ്ലഡ് ക്യാൻസറൊക്കെ ഉള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള പേഷ്യൻസ് വരും. അവരുടെ മരണം കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അതുപോലെ തന്നെ അവിടെ തന്നെ ടെറ്റനസ് വാർഡുണ്ടായിരുന്നു. ഇപ്പം അതില്ല. ടെറ്റനസ് വന്നിട്ടും പേഷ്യൻസിനെ നമ്മൾ ഇരുട്ട് മുറിയിൽ ഒരു സ്റ്റിമുലേഷനും ഇല്ലാതെ സെഡേഷൻ കൊടുത്ത് കിടത്തുന്നൊരു അവസ്ഥയുണ്ട്. അതായത് അവരെ മുമ്പിൽ മരണമല്ലാണ്ട് നമ്മുടെ നേഴ്സസിൻ്റെ, നമ്മുടെ ഡ്യൂട്ടി റൂമിൻ്റെ നേരെ എതിർവശത്താണ് ടെറ്റനസ് റൂം. അവിടെ ഇരുട്ടാണ്. നമുക്ക് ഇരുട്ടെന്ന് ഇവർക്ക് ഒരു തരത്തിലും സ്റ്റിമുലേഷൻ ഒന്നും ഉണ്ടായാൽ അവർക്ക് ഉടനെ ഫിറ്റ് വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു മാനസികം. അതുപോലെ തന്നെ മനപ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് ജനറൽ ഹോസ്പിറ്റലിലെ റാബീസ് വാർഡ്. ഇപ്പം അത് റാബീസ് വാർഡ് ക്ലോസ് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു റാബീസ് വാർഡുണ്ട്. ആ വാർഡിൽ ശരിക്കും പേവിഷബാധ ഡിറ്റക്റ്റ് ചെയ്ത പേഷ്യൻസിനെ കിടത്തുന്ന മുറിയാണ്. ആ മുറി ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അത് കാരണം പേഷ്യൻ്റ് ശരിക്കും കോൺഷ്യസ് ഓറിയൻറ്റഡ് ആണ്, നല്ല ഓർമ്മയുണ്ട്. അവർ കുട്ടികളാണെങ്കിൽ പാരൻസിൻ്റെ കൂടെ സംസാരിക്കും, ബുദ്ധിമുട്ട് അവർ പറയും. പക്ഷേ നമ്മൾ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ വളരെ മനപ്രയാസം. അതുപോലെ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ആക്സിഡൻറ്റ് കേസസ്, അതൊക്കെ നമ്മൾ ഹൃദയം പൊട്ടിക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും
ഈ ജോലി ചെയ്യേണ്ടായിരുന്നു, ഇങ്ങോട്ട് ഇതൊന്നും കാണേണ്ടി വരത്തില്ലായിരുന്നല്ലോ എന്ന് അങ്ങനെ ചിന്ത പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിലോട്ട്? തോന്നിയിട്ടില്ല. അവിടെ ഒരു കൈത്താങ്ങെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും നമുക്കൊരു സമാധാനിപ്പിക്കാൻ പറ്റിയ ഇതൊന്നും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. ഇപ്പം നഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ ഇല്ലെങ്കിലും ഈ അതെ, സംഗതികൾ സംഭവിക്കും. അപ്പോൾ അവിടെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൈത്താങ്ങിന് വേണ്ടി ആരെങ്കിലും വേണ്ടേ? അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. ഓക്കെ. ഇനി നേരെ ഓപ്പോസിറ്റ്, ഒരു ജനനം കാണുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു അച്ഛനും അമ്മയും ആദ്യമായിട്ട് കാണുന്നത് ഒരു നേഴ്സ് ഇങ്ങനെ കയ്യിൽ വെച്ച്, ഐ മീൻ അമ്മ അൺകോൺഷ്യസ് ആയിരിക്കും, അറിയില്ല എന്താണെങ്കിലും ഈ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് ഒരു നേഴ്സ് ആയിരിക്കും. എപ്പോഴും കുഞ്ഞിനെ കയ്യിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് ഒരു നേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ജീവൻ ഇങ്ങനെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ആ മൊമെന്റ് എങ്ങനെയാണ്? അത് ഒരു വലിയ എനിക്കും അതിനെക്കുറിച്ചൊരു ഓർമ്മിക്കാനൊരു സംഗതിയുണ്ട്. ശരിക്കും ഞാൻ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് 1990 ആദ്യം ഒരു 8-9 മാസം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. കാട്ടാക്കട PNM ഹോസ്പിറ്റൽ. അവിടെ ലേബർ റൂം, ICU, ഓപ്പറേഷൻ തിയേറ്റർ, ഇങ്ങനെ 3 ഭാഗത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ലേബർ റൂമിൽ പേഷ്യൻസ് വന്നാൽ ICUയിലെ സിസ്റ്റേഴ്സാണ് നോക്കേണ്ടത്. അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് 2023 മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 20 കൊല്ലത്തിന് ശേഷം, 20 അല്ല 32 കൊല്ലം, 1990 2023 32 വർഷങ്ങൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങാടിപ്പുറത്ത് ട്രെയിൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവിടെ വെച്ച് ഒരു വ്യക്തി വന്ന് സംസാരിക്കുകയാണ്. സിസ്റ്റർ അല്ലേ, തിരുവനന്തപുരത്തുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചത് കേട്ടതാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുഞ്ഞിൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ആളായിരുന്നു ഞാൻ. ആ ആളിനെയും ഞാൻ മറന്നുപോയി, കുഞ്ഞിനെയും മറന്നുപോയി. പക്ഷേ ആ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ മകന് കല്യാണം നടക്കാത്തത് കൊണ്ട് തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രത്തിൽ മംഗല്യ പൂജയ്ക്ക് വന്ന സംഭവമായിരുന്നു. ആ മോനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. ഈ കുഞ്ഞിനെ സിസ്റ്ററാണ് ഞങ്ങൾക്ക് ആദ്യം തന്നത്. അപ്പൊ എന്താ മാഡം തോന്നിയത്? കയ്യിൽ കൊടുത്ത കുഞ്ഞിപ്പോ വളർന്ന് വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പെട്ടെന്ന് ഒരു വല്ലാത്ത അനുഭവം. ആ കുട്ടിയും അതേ എന്നെ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കി. അപ്പൊ ഈ 32 വർഷങ്ങൾക്ക് ശേഷം എന്നെയും മനസ്സിലാക്കി എന്നുള്ളത്, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഫഷനിലുള്ള ഒരു വല്ലാത്ത മുഹൂർത്തം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഗൈനക് അല്ലെങ്കിൽ ആൻറ്റിനേറ്റൽ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട വാർഡിൽ വർക്ക് ചെയ്യുന്നത് WNC, തിരുവനന്തപുരം WNCയിലാണ്. അത് 2020 നഴ്സിംഗ് സൂപ്രണ്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ WNC ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാനൊരു സന്തോഷമാണ്, സുഖമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഡെത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു വളരെ റെയറായിട്ട് ഡെത്ത്. അവിടെ WNC ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി ചെയ്യാൻ വളരെ സന്തോഷമാണ്. ആൾക്കാർ സന്തോഷത്തോടെ വരുന്നു, സന്തോഷത്തോടെ പോകുന്നു. പ്രസവിക്കാൻ സന്തോഷത്തോടെ കുഞ്ഞിനെ കൊണ്ട് സന്തോഷത്തോടെയല്ലേ പോകുന്നത്. മറ്റ് ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് ഒരു പോസിറ്റീവ് കുട്ടികളുണ്ടല്ലോ. പ്രസവിക്കാൻ സന്തോഷമായിട്ട്, ആ വേദനയുള്ള സംഗതിയാണെങ്കിലും സന്തോഷത്തോടെ വന്ന് പ്രസവിച്ച് കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ പോകുന്നു. മറ്റൊരു ആശുപത്രിയിൽ ആ ഒരു വൈബ് കണ്ടിട്ടില്ല. മാഡം, പലപ്പോഴും ഈ നേഴ്സുമാരുടെ ഈ ഷിഫ്റ്റുകൾ, ജോലിയുടെ ഈ ഷിഫ്റ്റുകൾ അവരെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാറുണ്ട്. പലർക്കും നെഗറ്റീവായിട്ടാണ് ബാധിക്കാറ്. ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടത്ര സമയം കൊടുക്കാൻ പറ്റാതെ പോകും. അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം വേണ്ടതുപോലെ നോക്കാൻ പറ്റാതെ പോകാറുണ്ട്. കാരണം ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് ആൾക്കാരെ ദിവസം മീറ്റ് ചെയ്യുന്നു. വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ക്ഷീണവും, ചിലപ്പോൾ കുടുംബകാര്യങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ പോകാറുണ്ട്. അതെങ്ങനെയാണ് മാഡം മാനേജ് ചെയ്തത്? എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടത്? അതിനെന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് സഫർ ചെയ്യുന്നവരുണ്ട്. കുഞ്ഞിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പം കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ആളില്ല, അങ്ങനെയൊക്കെ സഫർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനത് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എൻ്റെ കുടുംബം ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. എന്നെ മനസ്സിലാക്കുന്ന കുടുംബമാണ്. ഹസ്ബൻഡും മക്കളും അല്ലേ. മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പം എൻ്റെ 2 സഹോദരന്മാരും ഇവിടെ അടുത്താണ്. ഞാൻ ഈ ഒരു 50 സെൻറ്റ് സ്ഥലത്താണ് 3 വീട്. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. ചേട്ടനും അനിയനും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം മക്കളെ ഞാൻ ആൾക്കാരുണ്ടായിരുന്നു. ഹസ്ബൻഡും അത് കെയർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു
കംഫർട്ടിലോട്ട് പോയത്. കംഫർട്ട് സോണിൽ ഇത്രയും പോസിറ്റീവായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. പലരും ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് വരാനില്ല, അസുഖം പിടിച്ച കുഞ്ഞുങ്ങൾ. എനിക്കും കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഇവിടെ ശ്വാസം മുട്ടൽ വയ്യായിക. അപ്പോൾ ഇവർ അമ്മയൊക്കെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ കൂടെ അമ്മയും കുഞ്ഞും ഡ്യൂട്ടി റൂമിലിരിക്കും, ഞാൻ ഡ്യൂട്ടി എടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട് പലവട്ടം. മെഡിക്കൽ കോളേജിൽ 18-ാം വാർഡിലൊക്കെ ഞാൻ ഡ്യൂട്ടി എടുക്കാം. അമ്മ ഇടയ്ക്ക് വെച്ച് കൊച്ചിന് അസുഖം കൂടുതലായിട്ട് കൊണ്ടുവന്ന് SIT കാണിച്ചതിന് ശേഷം അമ്മയും കുഞ്ഞിനെയും ഡ്യൂട്ടി റൂമിൽ ഇരുത്തിയിട്ട് ഞാൻ ഡ്യൂട്ടി എടുക്കാം. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കുടുംബജീവിതം ഇതിനെ കൂടെ കണക്ട് ചെയ്യാൻ പലപ്പോഴും പറ്റില്ലല്ലോ. നമുക്ക് വയ്യ, ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഒരു കൊച്ചിന് വേണ്ടി, കൊച്ചിൻ്റെ വയ്യായ്കയ്ക്ക് വേണ്ടി നമ്മളിവിടെ നിൽക്കുമ്പം അവിടെ 50-100 രോഗികളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഏതിനെ നമ്മൾ അതെ, വ്യക്തിപരമാണോ പ്രൊഫഷനാണോ ഇമ്പോർട്ടൻ്റ് കൊടുക്കാന്ന് വലിയ ചോദ്യം മുമ്പിലുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ ഒരു ജോബിനെ അംഗീകരിച്ച് കുടുംബവും കൂടെ ചേർന്നാലേ നമുക്ക് മറ്റ് പ്രൊഫഷനെക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു അർപ്പണം വേണ്ട ഒരു ഏരിയ ആണ്. അത് ഒരാൾ മാത്രം, നേഴ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, കുടുംബം കൂടെ സപ്പോർട്ട് ഉണ്ടായി. നല്ലൊരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബം കൂടെ ഉണ്ടാവണം. നല്ലൊരു നേഴ്സ് ആവുമ്പോൾ നല്ലൊരു കുടുംബമാവും, നല്ല കുടുംബമാകുമ്പോൾ നല്ലൊരു സൊസൈറ്റി ആവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുതുതലമുറ കുട്ടികൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോബുമായിട്ട് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അവർ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലെ രോഗികളെ ബഹിഷ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല. പുറത്തോട്ട് പോയാൽ നല്ല ശമ്പളം കിട്ടുമല്ലോ. ഈ പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കടം, ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കേണ്ടി വന്നാൽ പോലും ആ കടം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ പുറത്തോട്ട് പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് മാഡം കാണുന്നത്? ആ ഒരു സാഹചര്യത്തെ എന്ത് സൊല്യൂഷൻ ഉള്ളത് ആ സാഹചര്യത്തിൽ? അത് അഖിൽ ഇപ്പം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നഴ്സസ് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ, ഈ 2026 ഈ കാലഘട്ടത്തിൽ എല്ലാ നമ്മുടെ ന്യൂ ജനറേഷൻ എല്ലാവരും, മെജോറിറ്റി ആൾക്കാരും പുറത്തേക്ക് പോകാനല്ലേ ആഗ്രഹിക്കുന്നത്. ആ ഒരു ട്രെൻഡായി കഴിഞ്ഞു. പണ്ടത്തെ പോലെയല്ല. ഇപ്പം എല്ലാവർക്കും പുറത്ത് പോയി സേഫായിട്ട് ജോലി ചെയ്യണം, സൗകര്യമായിട്ട് ജോലി ചെയ്യണം, അതോടൊത്ത് സമ്പത്തും കൂടണം എന്നുള്ളതാണ്. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇന്നത്തെ കാലത്ത് നഴ്സിംഗ് ഒരു ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പ്രൈവറ്റിൽ പഠിച്ച് ഇറങ്ങുന്നവർ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്നത്? 10,000 പോലും കിട്ടുന്നില്ല. അവരുടെ ലോൺ അടയ്ക്കാനോ ഒന്നിനും ചിലവാക്കാൻ പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവർ സമ്പത്തിനെ തേടി പോകും. അതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും നമ്മുടെ പ്രൊഫഷൻ എന്നല്ല, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ആയിരിക്കുകയാണല്ലോ. ശരിക്കും നമ്മുടെ ഗവൺമെന്റ് അല്ലേ അതിനൊരു അവരല്ലേ അവർക്ക് വേണ്ട അംഗീകരിക്കുക അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു സാലറി അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം അതിലൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ 87-ലാണ് നഴ്സിംഗ് പഠിക്കുന്നത്. ആ സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്കൂളുകൾ കൂടാതെ 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നുള്ളൂ, സ്കൂൾ ഓഫ് നഴ്സിങ്ങുകളുള്ളത്. അപ്പോൾ അത്രയും കുറച്ച് നേഴ്സസാണ് പഠിച്ചിറങ്ങുന്നത്. ഇപ്പോഴങ്ങനെയല്ലല്ലോ. പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിനും കഴിയൂലല്ലോ. അത്രയും പേര് അക്കോമഡേറ്റ്. ഇപ്പം ഞാൻ ഓർക്കുന്ന ശ്രീരാമകൃഷ്ണ മിഷൻ, കോസ്മോ, ഇങ്ങനെ 2 സ്ഥലമേ അന്ന് 87-ൽ ഉണ്ടായിരുന്നുള്ളൂ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴെവിടെയൊക്കെ ഉണ്ട്? ഇപ്പോഴെല്ലാ സ്ഥലത്തും ഒരു ആശുപത്രി ഇല്ലെങ്കിലും നഴ്സിംഗ് സ്കൂളുണ്ട്. അങ്ങനെയല്ലേ ഇപ്പോൾ. അപ്പം ഇത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിനില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പുറത്തേക്കും. പിന്നെ മറ്റേതൊരു ജോബിനേക്കാളും ഇത് ജോബിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അത് ലോകത്തെവിടെയും ചെയ്യാം. മാത്രമല്ല കേരളത്തിലെ നഴ്സസിന് ഡിമാൻഡും കൂടുതലാണല്ലോ. കാരണം പണി അറിയാന്ന് പറയുന്നത്. മാഡം, രോഗികളുമായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്നത് ഈ പ്രൊഫഷന് നല്ലതാണോ അതോ അതൊരു നെഗറ്റീവാണ് നഴ്സിംഗ്? വ്യക്തിബന്ധം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു എമ്പതി ഫീലായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പം എനിക്ക് ആശാഭവൻ്റെ ഒരു അന്തേവാസി ഉണ്ടായിരുന്നു. ആ അന്തേവാസിയുടെ മകൻ ശ്രീചിത്ര പോർ ഹോമിലെ കുട്ടിയായിരുന്നു. എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടിയായിരുന്നു അവൻ, റോബിൻ്റെ അമ്മ ആശാഭവനിലെ അന്തേവാസിയായിട്ട് എൻ്റെ പേഷ്യൻ്റായിരുന്നു. ഈ അമ്മയ്ക്ക് അസുഖം വന്ന് മരിക്കുന്നു, സിക്കായി ജനറൽ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നു. ഞാനുണ്ടായിരുന്നു. ഞാൻ മോനെ ഇൻഫോം ചെയ്തു, അതായത് ശ്രീചിത്ര പോർ ഹോമിൽ അറിയിച്ചു. അപ്പം അവൻ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത്
ഞാൻ ഞാൻ ആശാഭവനിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ജനറൽ ഹോസ്പിറ്റലിൽ കിടന്നാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങ് സ്വയം അവൻ്റെ അമ്മയാവുകയും റോബിൻ എൻ്റെ മോനായതും പോലെ എനിക്കങ്ങ് തോന്നി. ഞാൻ മരിച്ചുപോയ എൻ്റെ മോൻ്റെ അവസ്ഥ അതുപോലെയല്ലേ റോബിന് വിഷമമുണ്ടാകും. ആ ചിന്ത എൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് ആ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ആവുകയാണ്. എൻ്റെ മാനസികാവസ്ഥ തെറ്റിപ്പോയി. എൻ്റെ വണ്ടി കാറുമായിട്ടിരിക്കുന്നു, വീഴുന്നു. വലിയ പരിക്കൊന്നും ഇല്ലായിരുന്നു എങ്കിൽ കൂടെയും ഞാൻ മനസ്സിലാക്കുന്നതാണ്, നമ്മൾ അത്രയും ആത്മബന്ധം ഉണ്ടാക്കാൻ പാടില്ല. അത് നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. ഇപ്പൊ പലപ്പോഴും ഈ നേഴ്സുമാരുടെ ആരോഗ്യത്തെ പറ്റി ആരും പറഞ്ഞു കേൾക്കാറില്ല. അവർ ജോലി ചിലപ്പോൾ മണിക്കൂറോളം നിന്നിട്ടുള്ള ജോലി ആയിരിക്കാം, മെന്റലി അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഉന്നമനത്തെ പറ്റി ആരും പറഞ്ഞു കേൾക്കാറില്ല. മാഡത്തിന് അങ്ങനെ തോന്നി ഇത്രയും നീണ്ട ഷെഡ്യൂളിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ? ഒരുപാട് നഴ്സസ് ഒരു 40-50 വയസ്സ് കഴിയുമ്പോൾ സിക്കാവുന്നുണ്ട്, മെന്റൽ സ്ട്രെസ് കൊണ്ട് സിക്കാകുന്നുണ്ട്. ശരിക്കും ഒരുപാട് പേര് രോഗികളാകുന്നു. അങ്ങനെ ഒരു സ്റ്റഡി നേഴ്സസിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. നേഴ്സസിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ് കൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താകുന്നുള്ളൊരു സ്റ്റഡി വരേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ 90കളിൽ 95 to 2000 മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി തിയേറ്ററിലാണ് വർക്ക് ചെയ്തിരുന്നത്. മാർത്താണ്ഡപിള്ള സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവിടെ സാറിൻ്റെ രീതികൾ, സാറിൻ്റെ കേസ് ചെയ്യാനുള്ള രീതികളെല്ലാം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചു. അപ്പം സാറ് കേസ് ചെയ്യുന്ന സമയത്ത് അസിസ്റ്റൻ്റായിട്ട് ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. സ്ഥിരം സ്റ്റാഫ് നഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ന്യൂറോ സർജറി ലോങ് പ്രൊസീജിയറാണ്. ലോങ് ടൈം നിന്നാണ്. ഇപ്പോൾ 4-5 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും 9 മണിക്ക് കയറുന്ന കേസിന് വൈകുന്നേരം 4 മണി വരെ നീണ്ടു പോകാറുണ്ട്. അത്രയും നേരം നിൽക്കേണ്ടി വരും. സ്റ്റാൻഡിൻ്റെ സ്റ്റെപ്പ് ഇട്ട് മുകളിൽ കയറിയാണ് നിൽക്കുന്നത്. മൈക്രോസ്കോപ്പിലൂടെ ബ്രെയിൻ സർജറി ചെയ്യുന്നതാണ്. ആ സമയത്ത് സാറിൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ മാർത്താണ്ഡപിള്ള സാർ നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിൽക്കണം. വേറെ ഒരാൾ വരുമ്പോൾ സാറിൻ്റെ രീതികൾ അറിയില്ലല്ലോ, ശരിക്കും കൃത്യമായിട്ട് അറിയണമെന്നില്ല. അതുകൊണ്ട് സാറ് ക്രൂഷ്യൽ ടൈമിൽ സാറ് എപ്പം തിയേറ്ററിൽ നിന്ന് കേസ് ടേബിളിൽ നിന്ന് മാറുന്നോ അപ്പോഴേ എനിക്ക് മാറാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഷിഫ്റ്റിന് 2 മണിക്ക് ഡ്യൂട്ടിക്ക് ഹാൻഡ് ഓവർ ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാഫ് വന്ന് നിന്നാൽ കൂടെയും സാറ് ഇരിക്കുമ്പോഴത്തേക്ക് വേറെ ആരും വരില്ല, ഞാൻ തന്നെ നിൽക്കണം. അങ്ങനെ ലോങ് പ്രൊസീജിയർ നിന്നിട്ട് ഞാൻ ഫിസിക്കലി സിക്കായി. 2ാമത്തെ പ്രഗ്നൻസി ആ സമയത്തായിരുന്നു എൻ്റെ. അപ്പം ലോങ് ടേം നിന്നിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ വന്ന് വൾവൽ വെരിക്കോസ് വെയിൻ റപ്ചറായി. 2 തവണ APH ആൻറ്റിപാർട്ടം ഹെമറേജ് ഉണ്ടായി. തിയേറ്ററിൽ തന്നെ വെയിൻ റപ്ചറായി, ബ്ലീഡിങ് ആയി. ട്രോളിയിൽ SIT കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ നിന്ന് SIT കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലങ്ങൾ വന്ന് ഇലക്റ്റീവ് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പലതരം ഫിസിക്കൽ പ്രശ്നങ്ങൾ നഴ്സസിന് ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകും. അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നിട്ട് രോഗികളെ നോക്കിയിട്ട് പല രോഗങ്ങളും പിടിക്കുന്ന സിസ്റ്റർമാരുണ്ട്. അസുഖങ്ങൾ നമുക്ക് തന്നെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണല്ലോ, അറ്റ്മോസ്ഫിയറിലാണല്ലോ കഴിയുന്നത്. അങ്ങനെ ഫിസിക്കലി ബുദ്ധിമുട്ട് ഒരുപാട് പേർക്കുണ്ടാകുന്നുണ്ട്. ശരിക്കും ഇപ്പം അഖിൽ പറഞ്ഞതുപോലെ നഴ്സസിന് അവരെ മറ്റുള്ളവർ ആരോഗ്യം നോക്കുമ്പോൾ ചെയ്യേണ്ട കാലം കഴിഞ്ഞു പോയി എന്ന് വേണം പറയാം. അവരെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാനോ പറയാനോ ആരുമില്ല എന്നുള്ളതാണ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ നേഴ്സല്ലേ, അത് കുടുംബത്തിലായാലും ഹോസ്പിറ്റലിലായാലും സൊസൈറ്റിയിലായാലും നേഴ്സല്ലേ, അവർക്കെല്ലാം അറിയാം. അവൾക്ക് അസുഖം വന്നാൽ അവള് നോക്കിക്കോളും എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമുക്കൊരു പരിഗണന ഒരിടത്തുനിന്ന് കിട്ടാറില്ല. അത് എനിക്ക് കിട്ടാറില്ല. എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ നമുക്കൊരു അസുഖം വന്നാൽ അവൾ നേഴ്സല്ലേ, അവൾക്കറിയാമല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്കായാലും എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയുന്ന ഒരു പരിഭവമാണത്. നമ്മളെല്ലാവരെയും നോക്കണം, നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പരിഗണന അത് കുടുംബത്തിൽ നിന്ന് കിട്ടാറില്ല എന്നുണ്ട്. അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലോകം സ്തംഭിച്ച ഒരു നിമിഷമായിരുന്നു കോവിഡ് എന്ന് പറയുന്നൊരു സിനാരിയോ. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീട്ടിലിരുന്ന് ഈ വാർത്തകൾ കണ്ടപ്പോൾ ആശുപത്രിയിൽ ഓടി നടന്ന് പണിയെടുത്ത ആൾക്കാരാണ് ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ.
മാഡം ആ സമയത്ത് വർക്കിങ്ങിലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ കോവിഡിൻ്റെതായ വിങ് ഉണ്ടായിരുന്നു. ജനറൽ ഹോസ്പിറ്റൽ മൊത്തം കോവിഡിനെ മാറ്റി വെച്ചു. മറ്റ് പേഷ്യൻസേ ഉണ്ടായിരുന്നില്ല. അത് ആ തുടക്കത്തിൽ 2020 തുടക്ക സമയത്ത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്ന. തിയേറ്ററൊക്കെ ക്ലോസ് ചെയ്ത്, കേസൊന്നും ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കോവിഡിന് വേണ്ടി മാറി. അപ്പോൾ ആ കോവിഡിൻ്റെ സമയത്ത് പറയാൻ എനിക്കുമുണ്ട് ഓർമ്മകൾ പലതും. അതായത് കോവിഡിൻ്റെ ആദ്യത്തെ സമയത്ത് നമ്മൾക്കൊരു 7 ദിവസം ഡ്യൂട്ടിയും 7 ദിവസം ക്വാറൻറ്റൈൻ റെസ്റ്റുമാണ് തന്നിരുന്നത്. 7 ദിവസം ഡ്യൂട്ടി സമയത്ത് നമുക്ക് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അക്കോമഡേഷനും തന്നിരുന്നു. പക്ഷേ ക്വാറൻറ്റൈൻ സമയത്ത് നമുക്ക് അക്കോമഡേഷൻ തന്നില്ല, കാരണം അതിനുള്ള ഫെസിലിറ്റി അവിടെ ഇല്ല. അപ്പം കോവിഡ് ഡ്യൂട്ടി തുടങ്ങിയ സമയത്ത് ഞാൻ 2 വീലർ ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് അന്ന് ലോക്ക്ഡൗണും ആയിരുന്നു, വണ്ടികളും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് 2 വീലർ തന്നില്ല. ഹസ്ബൻഡ് 7 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഉൾപ്പെടെ ഹസ്ബൻഡ് കാറിൽ കൊണ്ടുവന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് വിട്ടു. സ്കൂട്ടർ തരാത്തതിന് കാരണം ഇതാണ്, ഇടയ്ക്ക് നീ ചാടി വീട്ടിൽ വന്നാലോ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂട്ടർ എനിക്ക് തരാത്തത്. ഞാൻ സ്കൂട്ടർ ഓടിച്ച് വന്നാലോ എന്ന് പേടിച്ചിട്ട് കാറിൽ കൊണ്ടുവന്ന് ജനറൽ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞാൽ 7 ഡേയ്സ് ക്വാറൻറ്റൈൻ ഉണ്ട്. ആ ക്വാറൻറ്റൈൻ സമയത്ത് നമ്മൾ ക്യാരിയർ ആയിരിക്കും. ഇവർക്കുള്ള അന്നത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പം ഈ രോഗികളെ പരിചരിച്ച നമ്മൾക്ക് രോഗമില്ലെങ്കിൽ കൂടെ നമ്മൾ ക്യാരിയർ ആയിരിക്കുമെന്നും നമ്മൾ വീട്ടിൽ വന്നാൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു ചിന്ത വീട്ടുകാർക്കുണ്ടായിട്ട് ഹസ്ബൻഡ് തന്നെ പറഞ്ഞ് ക്വാറൻറ്റൈൻ ടൈമിൽ നീ വീട്ടിൽ തിരിച്ച് വരണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി. പക്ഷെ അവിടെ എനിക്ക് അക്കോമഡേഷൻ ഇല്ല, ഞാൻ എവിടെ നിൽക്കും? അവന് നീ എവിടെ നിന്നാലും ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വരാൻ സമ്മതിച്ചില്ല. എനിക്ക് വരാനുള്ള സൗകര്യമില്ല, വണ്ടിയില്ല, എന്നെ കൊണ്ട് വിട്ടിട്ട് വന്നതല്ലേ. അന്ന് ബസ്സില്ല, ലോക്ക്ഡൗൺ പീരീഡ്. ആ സമയത്ത് പിന്നെ ഞങ്ങളുടെ നഴ്സസിൻ്റെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നഴ്സസ് ഭവൻ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. നഴ്സസ് ഭവനിലേക്ക് ഞങ്ങളുടെ സംഘടനാ നേതാവിനെയൊക്കെ കണ്ട് പറഞ്ഞ് അവിടേക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി. അവിടെ ഒരു 3 ദിവസം നിന്ന് എനിക്ക് അസുഖമൊന്നും ഇല്ല എന്നുള്ളത് വീണ്ടും ബോധിപ്പിച്ചിട്ട് ഞാൻ നിർബന്ധമായിട്ട് വീട്ടിലേക്ക് വരണുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോഴും എൻ്റെ മൂത്ത മോൻ തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞിട്ട് അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അമ്മ ഇങ്ങി പോരാമ്മ, ഞാൻ സ്കൂട്ടറും കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവരാം, അമ്മ ഇങ്ങി പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി കണ്ണാ നീ വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ അടുത്തുണ്ട്. ബ്രദറിൻ്റെ കൂടെയാണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പം ഞാൻ കോവിഡ് ഡ്യൂട്ടിക്ക് പോയപ്പം പിന്നെ കണ്ണനായി എൻ്റെ മോനായി ഇൻസുലിൻ എടുക്കാൻ പോയി. അപ്പം എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ കണ്ണൻ വരുന്നു എന്നറിഞ്ഞപ്പം എൻ്റെ ബ്രദർ പറയുകയാണ്, കണ്ണനാണ് ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണമെങ്കിൽ സ്കൂട്ടറിൽ ഇരിക്കുമ്പോഴത്തേക്ക് രോഗാണു അവന് കിട്ടും, എൻ്റെ നിന്ന് അവന് രോഗാണു കിട്ടും. അപ്പം ഇനി കണ്ണനും ചേച്ചിയും അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കാൻ വരണ്ട, എൻ്റെ വീട്ടിലേക്ക് വരണ്ട. ഈ രീതിയിലുള്ള ഒരു അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുകയാണല്ലോ 7 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ നിർബന്ധപൂർവ്വം വരുന്നു എന്നറിഞ്ഞപ്പം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ പുള്ളി കാറും എടുത്ത് പുള്ളിയുടെ കുടുംബത്തേക്ക് പോയി. പിന്നെ ക്വാറന്റൈൻ 7 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചെത്തിയുള്ളു. ആ രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ട്. ശരിക്കും ഈ കോവിഡിന്റെ വാർത്ത ആദ്യം ലോകം അറിഞ്ഞപ്പോൾ, നിങ്ങൾ നേഴ്സുമാർ അറിഞ്ഞപ്പോൾ നിങ്ങളായിരിക്കുമല്ലോ ട്രീറ്റ് ചെയ്യേണ്ടത്. ആദ്യം മനസ്സിൽ എന്തായിരിക്കും? ശരിക്കും നമുക്ക് ട്രെയിനിങ് ഒക്കെ തന്നായിരുന്നു, പറഞ്ഞു ഈ രോഗാണു എങ്ങനെയാണ്, അതിൻ്റെ ലൈഫ് സ്പാൻ എന്താണ് എന്നൊക്കെ ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടി, അവയർനെസ് തന്നു. അതനുസരിച്ച് പ്രിക്കോഷൻ എടുത്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾക്ക് അസുഖമൊന്നും വരുന്നില്ലല്ലോ, നമ്മൾക്ക് എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മൾ ആ രീതിയിൽ പ്രൊട്ടക്ഷനും. പിന്നെ എന്നാൽ കൂടെയും പേടി കൂടിയ ആൾക്കാരുണ്ട്, അത്തരക്കാര് ആ പ്രിക്കോഷൻ എടുക്കുമ്പോഴത്തേക്ക് അത് പേടി കൂടിയ ആൾക്കാർക്ക് കുറച്ച് സ്ട്രെസ് കൂടി. പിന്നെ ആൻറ്റി ഡിപ്രസൻസ് കഴിച്ച സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ട്, പേടി കൂടിയിട്ട്. ആ പേടി അങ്ങ് പോയി. സാധാരണ നമ്മൾ ഈ കോവിഡ് മുമ്പ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നഴ്സുമാരുടെ ഒരു കോസ്റ്റ് നമുക്കറിയാം, ഒരു ജാക്കറ്റ് ഇടുന്നുണ്ടാവാം, കൂടിപ്പോയ ഒരു മാസ്ക് വെക്കുന്നുണ്ടാവാം. കോവിഡ് മുമ്പ് പലരും മാസ്ക് പോലും വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. കോവിഡ് ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കാണുന്നത് ഫുൾ ഒരു PPE കിറ്റിനകത്ത് നഴ്സ് ആദ്യമായിട്ടൊരു PPE കിറ്റ് ഇട്ടപ്പോഴത്തേക്ക് എന്താ തോന്നി? ഇങ്ങനൊരു അതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ്, ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾക്ക് മുൻപരിചയമില്ലല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മളുടെ കൂടെ നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ രോഗികളായിട്ട് വന്ന് കിടക്കുന്നത്, അവരുടെ ഓരോ സഫറിങ്സ് കേൾക്കുമ്പോൾ നമ്മളുടെതൊന്നും ഒന്നുമല്ല. അവർക്ക് കുടുംബത്തിനെ കാണാൻ പറ്റുന്നില്ല, അവർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളില്ല. അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മളല്ലേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്കതങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അവർക്ക്
പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളും ഇല്ലാത്തവരായിരിക്കും. അതെ. വലിയ കോവിഡ് രോഗങ്ങളില്ല. വന്നവർക്ക് ആർക്കും ആദ്യം ഒരു ടേസ്റ്റിന്റെ ഇതെല്ലാം വേറെ പ്രശ്നമൊന്നും അല്ലല്ലോ. അവർക്ക് ആ സെപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പം ജോലി കഴിഞ്ഞ് വന്ന എനിക്ക് വീട്ടിൽ കിട്ടിയ ഒരു അനുഭവം ഇത്. അപ്പൊ രോഗിയായിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് സമൂഹം ആദ്യം പോസിറ്റീവ് ആൾക്കാരെ നോക്കിയത് അവര് അങ്ങനെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോൾ അവർക്ക് മെന്റലി ഡിപ്രസ്ഡ് ആയിപ്പോയി കുറെ രോഗികൾ. അപ്പൊ അവരുടെ അടുത്തേക്ക് ഇപ്പം ഇതിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് അവയർനെസ്സും കിട്ടിയിരിക്കുകയല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ പറഞ്ഞു കൊടുത്ത്, പിന്നെ കുറച്ച് പേടി കൂടിയ ആൾക്കാർക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ കടന്നുപോയി. പിന്നെ ഇതൊക്കെ ഒരു 1-2 സ്റ്റെപ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, മാഡത്തിന്റെ ഈ 34 വർഷത്തെ ഈ കരിയറിൽ അവസാന ദിവസം, ഈ ജോലിയുടെ അവസാന ദിവസം അതെങ്ങനെയാണ് കടന്നുപോയത്? ആ മൊമെന്റ് എന്തായിരുന്നു? ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചീഫ് നഴ്സിംഗ് ഓഫീസറും കൊല്ലം DNO ഇൻചാർജുമായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ഒരു വളരെ മനോഹരമായ അല്ലെങ്കിൽ ഹൃദയസ്പൃക്കായ ഒരു യാത്രയപ്പാണ് എനിക്ക് കിട്ടിയത്. അവിടുത്തെ കൊല്ലത്തെ സുഹൃത്തുക്കൾ, DMO എല്ലാവരും കൂടെ ചേർന്ന് നല്ല മനോഹരമായൊരു യാത്രയപ്പാണ് തന്നത്. പിന്നെന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷം സാധാരണക്കാരിയെ പോലെ തന്നെ എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായി റിട്ടയർ ചെയ്തു എന്നുള്ള. പക്ഷേ ഞാൻ എൻ്റെ സോഷ്യൽ വർക്കിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പോഴും എനിക്ക് റിട്ടയർ ചെയ്തതായിട്ട് തോന്നുന്നില്ല. എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാണും. എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും ഒരു ജോലിക്ക് വർക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ, ജനറൽ ഹോസ്പിറ്റലിൽ, പേരൂർക്കട മോഡൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് വാർഡ് തുടങ്ങി. അവിടത്തേക്കുള്ള രാത്രി ഭക്ഷണം നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷൻ വഴിയാണ് കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എല്ലായ്പ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് റിട്ടയർ ചെയ്തതായിട്ട് ഇപ്പോഴും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു നഴ്സിന്റെ ലൈഫ് റിട്ടയർ ചെയ്തോടെ അവസാനിക്കാൻ പാടില്ല. ഇല്ല. ഇന്നലെയും കട്ടേല പിന്നെ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുണ്ട് കട്ടേല, കാരുണ്യ വിശ്രാന്തി എന്നാണ് പേര്. അവിടുത്തെ സിസ്റ്റർ വിളിച്ചിട്ട് അവിടുത്തെ ഒരു അന്തേവാസിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. അവരെ മാറ്റി വേറെ എവിടെയെങ്കിലും, അതായത് സൈക്കാട്രിയാണ്, അവിടുത്തെ സ്ത്രീ പേഷ്യൻസിന്, വനിതകൾക്ക് ഈ പേഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു, വേറെ എവിടെയെങ്കിലും മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആൻസർ എന്നെ വിളിച്ച് ചോദിച്ചാൽ കിട്ടും എന്നുള്ളത് കൊണ്ട് പല ഭാഗത്തുനിന്നും ഫോൺ കോളുകൾ വരികയും അവർക്ക് റെമഡി ചെയ്യാൻ പറ്റുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോയി ചെയ്തു കൊടുക്കുകയും പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു റിട്ടയർമെൻറ്റ് ഫീല് ഇതുവരെ വന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തൊക്കെയായാലും മാഡത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ സേവനങ്ങൾ ശക്തമായി കൂടുതലായി തുടരട്ടെ. മാഡത്തിൻ്റെ സഹായ സ്പർശം അത് വേണ്ട ആൾക്കാരിൽ തന്നെ എത്തട്ടെ. മാഡത്തിൻ്റെ പ്രവൃത്തി അവസാനിക്കാതിരിക്കട്ടെ. താങ്ക് യു. ഇത്രയും സമയം ഞങ്ങൾക്കായി തന്നതിനും ഇത്രയും ഒരു 34 വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങളോട് സംസാരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു.